തീർച്ചയായും പി വി അൻവറാണ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചട്ടം ലംഘിച്ചാണ് പി വി അൻവറിന്റെ വാർത്താ സമ്മേളനമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിട്ടും വാർത്താ സമ്മേളനം തുടർന്ന് അൻവർ. വാർത്തയുടെ വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, വിശദാംശങ്ങൾ. വൃന്ദ, പി വി അൻവറിന്റെ ചേലക്കര മണ്ഡലത്തിലെ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പി വി അൻവർ വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിൽ ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ നിശബ്ദ പ്രചരണ ദിവസം മണ്ഡലത്തിൽ, ചേലക്കര മണ്ഡലത്തിൽ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് വാർത്താ സമ്മേളനം എന്നതിനുപരി അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്നുള്ളതല്ല നിയമം, മറിച്ച് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കരുത് എന്നുള്ളൊരു നിയമമുണ്ട്, ചട്ടമുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും പറയുന്നത്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അൻവറിന് ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പ് ലംഘിച്ചാണ് അൻവർ ഈ ഹോട്ടലിൽ, അതായത് ചേലക്കര മണ്ഡലത്തിലെ ഹോട്ടലിൽ വാർത്താ സമ്മേളനം നടത്താൻ എത്തിയത്. അതിനുശേഷം ഈ വാർത്താ സമ്മേളനത്തിലേക്ക് കയറുന്നതിന് മുന്നേയും ഹോട്ടലിൽ വെച്ചും പോലീസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. അത്തരത്തിൽ ഹോട്ടൽ ഉടമകൾക്കും ഹോട്ടലിലെ ജീവനക്കാർക്കും ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ അനുവദിക്കരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം ഭേദിച്ചാണ് പതിവ് പോലെ തന്നെ പല രേഖകളും അല്ലെങ്കിൽ പല പേപ്പറും ഒക്കെയായി അൻവർ വാർത്താ സമ്മേളന വേദിയിലെത്തിയത്. വാർത്താ സമ്മേളനം തുടർന്നത്. അതിൽ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും അൻവറിനെ കേൾക്കാൻ വാർത്താ സമ്മേളനത്തിനായി എത്തുകയും ചെയ്തു. അതിനുശേഷം അൻവർ പറഞ്ഞു തുടങ്ങിയത്, അതായത് ഇതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് നേരത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ചെറുതുരുത്തിയിൽ 25 ലക്ഷം രൂപ ഇത് തെരഞ്ഞെടുപ്പിനായി കൊണ്ടുവന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോലീസും പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിൽ ഇടതുപക്ഷമാണ്. അതിന് പിന്നിൽ, അതായത് ഈ ഒരു പണം പിടിച്ച ചെറുതുരുത്തി അതിർത്തി മേഖല, അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇടതുപക്ഷത്തിനടക്കമുള്ള ആരോപണങ്ങൾ, തെരഞ്ഞെടുപ്പിനായി കള്ളപ്പണവും മദ്യവും ഒഴുകുന്നു, അത് ഇടതുപക്ഷമാണ് അതിന്റെ പിറകിൽ, അങ്ങനെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പി വി അൻവർ ഈ ഒരു വാർത്താ സമ്മേളനം തുടരുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഒരു വാർത്താ സമ്മേളന വേദിയിലെത്തുകയും ഇത്തരത്തിലുള്ളൊരു നാടകീയ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അൻവറിനോട് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ അൻവർ അതിനെ ഒരു കയർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ബഹളം ഉണ്ടാകുന്ന രീതിയിലേക്ക് സംഭവങ്ങൾ മാറി. അതായത് അൻവറിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചല്ല വാർത്താ സമ്മേളനം എന്നുള്ളതാണ്. താൻ ഈ നിയമവും ചട്ടവും ഒക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചട്ടം ലംഘിച്ചല്ല താൻ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നുള്ളതാണ് അൻവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പക്ഷേ ഉദ്യോഗസ്ഥർ ഈ ഒരു ചട്ടം, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മണ്ഡലത്തിൽ നേതാക്കൾ പാലിക്കേണ്ട, മുന്നണികൾ പാലിക്കേണ്ട ചട്ടം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വായിച്ചു കേൾപ്പിച്ചു. ഈ വായിച്ചു കേൾപ്പിച്ചതിലും അൻവർ തിരിച്ചു പറഞ്ഞത് അങ്ങനെ ഒരു മാധ്യമങ്ങളെ കാണരുത് എന്നുള്ളൊരു നിയമമോ അല്ലെങ്കിൽ ചട്ടമോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തിൽ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമല്ല താൻ നടത്തുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ, അതായത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ താൻ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മണ്ഡലം മാറി അല്ലെങ്കിൽ അതിർത്തി മാറി വാർത്താ സമ്മേളനം നടത്താനോ തയ്യാറാണ്. താൻ പറയേണ്ടതൊക്കെ പറയും. ആ പറയാനുള്ളത് അതിർത്തി മാറി വാർത്താ സമ്മേളനം നടത്തും, പക്ഷെ അത് ഉദ്യോഗസ്ഥരെ ബോധിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടാതെ ഇതിൽ പിന്നീട് അൻവർ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവാതെ വന്നതോടെ ഇത്തരത്തിൽ നോട്ടീസ് നൽകി. അതായത് നേരിട്ടെത്തി ഉദ്യോഗസ്ഥർ തന്നെ ഈ ചട്ടലംഘനം കാണിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി ഈ ചട്ടലംഘനത്തിന്റെ പേരിൽ ഒരു പരാതിയുമായും അല്ലെങ്കിൽ അൻവറിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതകൾ അടക്കമുണ്ട്. കൂടാതെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് അൻവറിനെ ബലം പ്രയോഗിച്ച് പിന്തിരിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ല, മറിച്ച് ഇത്തരത്തിൽ നോട്ടീസ് നൽകും, എല്ലാം നിയമപരമായ വഴിയിൽ പോകുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളന വേദിയിൽ നിന്ന് മടങ്ങി. പക്ഷേ ഇപ്പോഴും അൻവർ വാർത്താ സമ്മേളനം തുടരുകയാണ്. അൻവർ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടില്ല, തനിക്ക് ചിലത് പറയാനുണ്ട്, ആ പറയേണ്ടതെല്ലാം താൻ പറയുമെന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങളും അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വാർത്താ സമ്മേളനം അവസാനിച്ചിട്ടില്ല. അതിൽ കൂടുതലായും ആരോപിക്കുന്നത് അവിടെ NDA, കോൺഗ്രസ് അടക്കമുള്ള മുന്നണികൾ, ഇടതുപക്ഷം കള്ളപ്പണം ഒഴുക്കുന്നു, അവിടെയുള്ള പല കോളനികളിലും മദ്യമടക്കമുള്ള കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഒരു വോട്ട്
സംഘടിപ്പിക്കാനും വോട്ടിന് വേണ്ടിയും ശ്രമിക്കുന്നത്. അത്തരം നിലപാടുകൾ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും ചേലക്കര മണ്ഡലത്തിൽ DMK-യുടെ അൻവറിന്റെ പുതിയ സംഘടനയായിട്ടുള്ള DMK-യുടെ NK സുധീർ, മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള NK സുധീറാണ് മത്സരിക്കുന്നത്. അതിൽ സുധീറിനെ വിജയിപ്പിക്കാനുള്ള വലിയ കഠിന ശ്രമം അൻവർ നടത്തുന്നുണ്ട്. അവിടെ നേരത്തെ പ്രതിഷേധങ്ങളടക്കമുള്ള വലിയ റാലികളടക്കമുള്ള കാര്യങ്ങൾ ചേലക്കര മണ്ഡലത്തിൽ അൻവർ നടത്തുകയും ചെയ്തതാണ്. അതിൽ എല്ലാവരും ഉറ്റുനോക്കുന്നതും അൻവറിന്റെ NK സുധീറിന് എത്ര വോട്ടുകൾ ലഭിക്കും, അൻവറിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ പങ്ക് എന്താണ്, സ്വാധീനം എന്താണ് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഇപ്പോഴും അൻവർ വാർത്താ സമ്മേളനം തുടരുന്നു. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ, മുഹമ്മദ് റിയാസിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ അടക്കം വലിയ തരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നത്. കുറച്ചധികം കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ ഈ ചെറുതുരുത്തിയിൽ പണം പിടിച്ചതിന്റെ അടക്കം സോഴ്സ് തനിക്കറിയാം, അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്പത്തിക സ്രോതസ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അൻവർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടി അൻവറിനെതിരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പോലീസിന്റെ മുന്നറിയിപ്പ് ഉണ്ടാകുന്നു, പിന്നീട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതൊന്നും നടപ്പിലാകുന്നില്ല. അവർ ഈ നോട്ടീസ് നൽകി, ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം കാണിച്ച് നോട്ടീസ് നൽകി മടങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ്, അതായത് അൻവറിനെതിരെ ചട്ടലംഘനത്തിന് കേസെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അൻവറിന്റെ ഭാഗത്ത് അൻവർ നിയമം പഠിച്ചിട്ടാണ് എത്തിയത്, അല്ലെങ്കിൽ അൻവർ ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തുന്നതിൽ പ്രശ്നമില്ല, വലിയ കോലാഹലങ്ങളോ അല്ലെങ്കിൽ ശബ്ദത്തോടു കൂടിയുള്ള പ്രചരണത്തിന് മാത്രമാണ് ഇന്ന് ഒരു പരിമിതി ഉള്ളത്, അല്ലെങ്കിൽ ഇന്ന് നിശബ്ദ പ്രചരണ ദിവസം വിലക്കുള്ളത് എന്നുള്ളതാണ് അൻവറിന്റെ ഭാഗം. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ അൻവർ എന്തൊക്കെ പറയാൻ പോകുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. തീർച്ചയായും ചട്ടം ലംഘിച്ചാണ് PV അൻവറിന്റെ വാർത്താ സമ്മേളനമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ചട്ടം ലംഘിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. അൻവറിന്റെ വാർത്താ സമ്മേളനം ഇപ്പോഴും തുടരുകയാണ്. അൻവറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് നോട്ടീസ് നൽകിയിട്ടും വാർത്താ സമ്മേളനം തുടരുകയാണ് PV അൻവർ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മേഘ്ന മുരളി.